രാവിലെ മഴയാ. മഞ്ഞായിരുന്നു, മഞ്ഞ് മഞ്ഞ്. ഞാനിപ്പം എന്നാടി എന്നാത്തിന് എന്തിനാ സമയം? പരീക്ഷ എഴുതുമ്പോ സമയം രാവിലത്തെ കുട്ടികളിലേക്ക് എന്നതാ ചേട്ടാ ഇത് പിരിയപ്പോണ്ടായിരുന്നു. മൊത്തം മാവുണ്ടോ ദേഹം മൊത്തം. പോകുമ്പോ ഈ കണ്ണാടി നോക്കി ഇടുന്ന സമാധാനമില്ല. ഇച്ചിരി മേക്കപ്പ് കൂടിയല്ലേ? എന്നാ പണിയാണ് ഇവിടെ? എടി ഇത് വെള്ളം പറ്റൂടി. അവിടെ പോയിരിക്കത്തില്ല എനക്ക് ഇരിക്കണമെങ്കിൽ. അതൊക്കെ വരും. ശ്യാമളമ്മയും ജയം അവർ മാവേലി സ്റ്റോറി സപ്ലൈക്കോയിൽ സാധനം വാങ്ങുന്നത്. കുറച്ച് കഴിയുമ്പം വരും. ജയമ്മയുണ്ട്. ആ വരും. ശ്യാമളമ്മ നീണ്ട 5-6 ദിവസത്തെ ജയച്ചാച്ചൻ വാസത്തിന് ശേഷം തിരിച്ചു വരികയാണ്. ജയച്ചാച്ചൻ നാളെ വരും. ഉടുക്കാച്ചി മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് വീഴുന്ന വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് രാവിലെ ആണോ ഇത് വന്ന് ഇതിനകത്ത് വീഴും. അവിടെ നിന്ന് ഒരു ഫിൽറ്റർ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിലേക്കൂടെ വന്ന് ഇതിനകത്ത് വരും. വെള്ളം നിറഞ്ഞല്ലോ. ഇടയ്ക്ക് ഇതൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അതെല്ലാം അഴിച്ചെടുത്ത് വീണ്ടും സെറ്റ് ചെയ്താൽ അടിപൊളി കാറ്റ്. മിക്കവാറും ഉണ്ട് കാറ്റ്. മഴ. നനഞ്ഞോ? സാറില്ല, കുടയില്ലാഞ്ഞില്ലേ? എന്നിട്ടും നനഞ്ഞോ? ഞാൻ പകുതി എത്തിയപ്പോൾ മഴ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഓടി പാലുകാരുടെ അവിടെ എന്നിട്ട് പക്ഷെ കാറ്റ് ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് മൊത്തം വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരുമല്ലേ നടക്കുമ്പോൾ മൊത്തം. ആരും വന്നില്ല. ജയ കടയിൽ പോയിക്കോ. ആ അതൊക്കെ ചുമ്മാ തള്ളുന്നതല്ലേ. ഓട്ടോറിക്ഷ വരുന്നുണ്ട്.
പിടിച്ചത് എടുത്തിട്ട് പെരിഞ്ഞ് വീടല്ലേ നേരെ പോയേട്ടാ. എന്നെ എടുത്തോണ്ടിരിക്കടി, ഇതൊന്ന് പിടിക്കാൻ വരണ്ടേ? എന്നാ ഇവള് തിന്നുമല്ലായിരുന്നോ? നാരായണ ചോറിന് ഇനി മാത്രം സാധനമൊക്കെ നമുക്ക് മാത്രം ഇവർക്കില്ലെന്ന്. അവിടെ ചോദിച്ചു ഞാൻ 10 ആരി എടുത്തു പൊട്ടിപ്പോ പൊട്ടും മനുഷ്യ അടച്ചിട്ടിട്ട് വരാം ഞാൻ. പിടിച്ചാൽ അടച്ചിട്ട് വരട്ടെ. അപ്പൻ്റെ കൊടുത്ത് ഓഫൊന്നും ചെയ്തില്ല, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഇതൊക്കെ എന്നാ കാലാവസ്ഥയല്ലേ? നല്ല വെയിലും നല്ല മഴയും. ക്യാമറ ശരിക്കും ഇപ്പം അയച്ചിട്ട് 1 മാസമായി, ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. തിരിച്ചയച്ചതായിട്ട് അറിയത്തില്ല, തിരിച്ചയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാറി വേറെ തരുമെന്നൊക്കെയാണ് പറയുന്നത്, വന്നാലറിയാം. ആ മെഷീനിന് കളവെട്ടാനാന്ന് തോന്നുന്നു. ഓരോ കാര്യം പറഞ്ഞപ്പോഴത്തേ ഇങ്ങനെ പറഞ്ഞു. അതിനിടയ്ക്ക് അട നല്ല അടയാന്ന് പറയായിരുന്നു. കഴിക്കുന്നില്ല ഏട്ടാ? ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. ഏട്ടാ കഴിച്ചാൽ ശരിയാകുകയില്ല. കുളത്തിൻ്റെ പണിയാണ് കണ്ടാന്ന് തോന്നുന്നു. കുളത്തിന് ഈ ജീപ്പ് കാണുമ്പോൾ ഞാൻ ചൂരന്മലയാണ് ഓർക്കുന്നത്, കള്ളാടി. എന്നാന്ന് ചോദിച്ചാൽ കള്ളാടിയിൽ അവന്മാര് 3 പേരും 3 പിള്ളേരുണ്ടല്ലേ? ഏതാ അവിടെ
ഇതിനു വേണ്ടി കുഞ്ഞിയുടെ മോനും 2 കൂട്ടുകാർ ആദ്യം അവൻ മാത്രം ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ 2 കൂട്ടുകാരും കൂടെ. ഇവര് തന്നെ എന്നാലും ഒരു കൂട്ട് വേണമല്ലോ. അമ്പിളിയുടെ മോനുണ്ടോ? അമ്പിയുടെ മോനില്ല. അത് ഇച്ചിരി പക്വതയൊക്കെ ഉണ്ട്. അമ്മായിയുടെ അടുത്ത് അമ്മായി ഉണ്ടല്ലോ, അതൊക്കെ കൈകാര്യം ചെയ്യാൻ മിടുക്കിയാണ്. ഇപ്പൊ അമ്മയൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യുന്നത്, നമ്മൾ എന്നാണ് അങ്ങനൊന്നും അമ്മായിക്കില്ലേ. അമ്മായി നല്ല അന്തസ്സായിട്ട് കൈകാര്യം ചെയ്യും. പറയും അവരും അല്ല പറഞ്ഞത് വെറുതെ മാമന്റെ അടുത്ത് മര്യാദയ്ക്ക് നിന്നോടല്ലേ അല്ല 2 അല്ല 3 ഞാൻ പറഞ്ഞു. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ട കണ്ണന 7ാം ക്ലാസ് പഠിക്കുമ്പോ കുഞ്ഞ് കണ്ട ഇപ്പം അല്ല കണ്ടു കാണും. ഇല്ലെന്നേ. ഇവള് രാവിലെ എപ്പോഴാ കൊന്നേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞപ്പോ അമ്മണി എന്നോട് പറയാം വയനാടെന്ന് എന്റെ പൊന്നു നമ്മളെ. അതിന് വയനാടുള്ളവരാൾക്ക് ജീവിക്കണ്ട, പെണ്ണ് വേണ്ടേ? അതാ ഞാൻ പറയുന്നത്. ഒരു ചൂരമല ഉരുളുപൊട്ടിയെന്ന് പറഞ്ഞാൽ മേപ്പാടെയുള്ളവർക്ക് ഉരുളുപൊട്ടൊന്നുമില്ല. എന്റെ കൂട്ടുകാരി സുത്താമ്പത്തേണ്, ഞാൻ അവളോട് പറയാം. അയ്യപ്പ ഇതോ നല്ല അരിയാണോ? അത് അണ്ണം കൊണ്ടുവന്ന അരി. കുഴപ്പമുണ്ടോ? അങ്ങനെയാണ്. അത് വഴിയുള്ള അടിയായില്ലേ? റോഡുണ്ട്, റോഡ്. ആര് ചുമ്മാ കട പടുത ഇടാൻ വേണ്ടി നിനക്ക് ഞാൻ തന്നിട്ട് പോയല്ലോ, പിന്നെ നീ എന്നായിട്ട് കുഴച്ച്. ഈ പടുത ഇടുവാടി കുളത്തില്. കുളത്തിൽ അവര് പടുത ഇടുവാ. പടുത നിനക്കും പറ്റുമല്ലോ. അത് ഞാൻ കുനിങ്ങി അവിടെ ചൂട്
ഇനി അടുത്ത ഫിൽറ്ററാണ് ഓരോ. ഹായ്, ചിരിക്കണം, പല്ല് കാണിച്ചിരിക്കണം. കയ്യിലോട്ട് ഇങ്ങനെ ഇട് രാജാ. മറ്റേ ഈ ദേവസേന നിൽക്കുകയല്ലേ മറ്റേ ബാഹുബലിക്കത്. കറി അടുപ്പ കയറി, ചായ. ആരെ കളിക്കുന്നേ? എന്താ സ്മെല്ലില്ലപ്പാ. ഞാൻ വാരി ഇട്ടാ മതി. ഇത് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടല്ലോ കലത്തിനകത്ത് മുളകും മല്ലിയൊക്കെ വറുത്ത് ചേർത്തിട്ടുള്ള ചിക്കൻ കറി. എവിടെയും കണ്ടില്ല. ഇതൊക്കെ ആകാശത്തുനിന്ന് പൊട്ടി വരുക. ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടില്ല. ഇത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചേട്ടാ പണ്ടുള്ളതാണല്ലോ അല്ലേ? ഞാൻ പണ്ടല്ല, വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ്. മറ്റേ ലിയാണ്ടർ പ്ലസ് മഹേഷ് ഭൂതിയോ? അതെ, അതല്ല, നിയാണ്ടർത്താലോ. അതിൻ്റെ കാലം തൊട്ടുള്ളതാണ്. ലിയാണ്ടർ പ്ലസ് മഹേഷ് ഭൂതി. ഒന്നും കാണാനൊന്നുമില്ല. ഉപ്പൊക്കെ ഇട്ടായിരുന്നു. ഒത്തിരി ഉപ്പ് കൂടുതൽ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ എല്ലാം ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ കറിക്കും. പക്ഷെ ഇച്ചിരി ഉപ്പ് എപ്പോഴും കൂടി നിൽക്കും. ഉണ്ടോ? ഓക്കെ, താങ്ക് യു മോളു. പൊക്കോ. ഇത് നമ്മൾ അവസാനമാകുമ്പോൾ ചേർക്കും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഒക്കെ കൂടെ. എനിക്ക് പൊട്ട് വിടുന്ന സെൻട്രലല്ല, സെൻട്രലല്ല, നടുക്കല്ലോ, സൈഡിലല്ല. ഞാൻ തൊട്ടേക്കുന്ന സൈഡിലാണ്. അല്ലല്ലോ, പിന്നല്ലാതെ സെൻട്രൽ തൊടണം. അതല്ല പൊന്നപ്പാ, കൊട അതല്ല. ഇതോ കുളിക്കുന്നതിന് മുമ്പ് വിളിച്ച ആരാ എൻ്റെ ചെരുപ്പ് അവിടെ നിനക്ക് ഇവിടെ വെച്ചത്? 2:05 നിങ്ങൾ പോയി. ഇതേ ജയച്ചാച്ചൻ വന്നു. ഓട്ടോറിക്ഷയുടെ ഒച്ച. പക്ഷെ അത് ചെറിയ ചേട്ടൻ്റെ. 4 മണിയാകാതെ, 4 അല്ല, ഇപ്പം ചേച്ചയ്ക്ക് അവിടെ 2 മണിക്ക് ഇറങ്ങി കാണും വൈകുന്നേരം. എന്റെ പൊൻ, അതല്ല നീ മുമ്പ് നിങ്ങളെ എടുക്കാനായിട്ട് നോക്കി. അതാ മേളിൽ കാണാൻ നോക്കിയാ. മേളിൽ എല്ലാം കൊച്ചുപിള്ളേർ. ഇവിടെ മൂടി കാണിച്ചിട്ട് അമ്മ തന്നെ കാണിച്ചു വെച്ചാ. നീ ആണിത് കൊണ്ടോ? എന്നാ മുടിക്കന്നെ അടി കുഴപ്പം? അവൾ ആ മുടി ഇങ്ങനെ വെച്ച്. ആ മുടി അങ്ങനെ അങ്ങനെ നോക്കി. ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഇങ്ങനെ അല്ല. ചെരുപ്പ് മലയിക്കട് ജയമ. പല്ലിന് വിടവാ. പടുതാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മാരും വലിയ വൃത്തിക്കൊന്നുമില്ല. ചുമ്മാ അങ്ങ് വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നല്ല പടുതയാണ്, നല്ല കട്ടിയുള്ള സാധനം. പടുത എന്ന് പറഞ്ഞാൽ അത് പടുതയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഈ പടുതാക്കുളത്തിനൊക്കെ ഇടുന്നൊരു സാധനമുണ്ട്. ഇച്ചിരി കട്ടിയുള്ള, നല്ല കട്ടിയാണ്. ആ ടൈപ്പ് സാധനമാണ്. എവിടുന്ന് കിട്ടിയതാണോ? ആൾക്കൂടെ ഇട്ടാലും മതി, നമുക്ക് നോക്കണം. പക്ഷെ നല്ല വിലയാണ്. ചേച്ചാച്ചി വരാൻ സമയമായില്ലല്ലോ. പക്ഷെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടല്ലോ. മനോഹരണ ചുമ്മാ കൊച്ചിനെ കൊണ്ട് അങ്ങാണ്ട് വന്നാ.
ജയച്ചാച്ചി അല്ലടി, അത് മനോജ് ചേട്ടനെ ചുമ്മാ കയറി വന്നാ. പൊക്കോ, മനോജ് ചേട്ടൻ ചുമ്മാ കയറി വന്നാന്ന്. വരുവേ, വരാൻ സമയമായില്ലേ ചാച്ചി, കുറച്ചുകൂടെ കഴിയും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രദർശിപ്പിച്ച നാം അവിടുത്തെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിന്റെ വചനം. എന്നാൽ സകല ദുഷ്ടനെയും അവിടുന്ന് നശിപ്പിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്നാടി വന്നോ? അരമണിക്കൂറായിട്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അരമണിക്കൂറല്ല, സാധനം എടുക്കാന് റേഷൻ കടയില്. പള്ളി പോയതാടി, റേഷൻ കടയില് പള്ളി പോയതാടി, പള്ളി പോയതാ. സാമ്പമ്മ പള്ളിയിൽ പോയതാ. പള്ളിന്ന് പറഞ്ഞാ ഒരു അമ്പലം. സാമ്പമ്മ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ ജയമേം പോയി അമ്പലത്തിൽ. അതെ കരുതിയും കറിയോ അപ്പയുടെ ഒരീനോ. ഫ്ലിക്കാട്ടോ ഇറക്കി വെക്കുക, അടക്കി വെക്കണം. ഇന്നത് ഇത് ക്ലോക്ക് ആണോ അപ്പൊ? നമുക്ക്
അടിപൊളിയാ, നല്ല കുടിയാ. ഉപ്പിട്ടാ അപ്പൊ അടിപൊളി. ഞാനേ എന്നാ ഞാൻ ഉപ്പിട്ട വാങ്ങിട്ട. മഴ രാവിലെ തൊട്ട് ചെറിയ തൂളലുകളുണ്ട്. പറഞ്ഞ വാക്കിന് വില വേണം. എടുത്ത് വെക്കണം ഇതാണ് വേണ്ടേ? കോഴിയോട് വാങ്ങിക്കരുത്. കോഴിയോട് പിന്നെ ഞങ്ങൾ വന്നത് ചിലപ്പോ നിങ്ങളെ കൂട്ടിക്കൊണ്ടിരാൻ വന്നാ ഇതാരാന്നറിയോ? ആരാന്നറിയാമോ? ഒന്നുമില്ല. ചുമ്മാ ഇവരൊക്കെ എവിടെ പോയാ? ആരത്? ഓ അതാരാ ഇരിക്കുന്നത്? പിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. അയ്യോ ഇവരുണ്ടായിരുന്നു. ക്ഷീണിച്ചു പോയപ്പോ ഞാൻ അവിടെ പിള്ളേരും കൂടെ അവിടെ. എന്റെ പിള്ളേരെന്റെ അത് കൊള്ളാം. ആദ്യം ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയി, പിന്നെ പിള്ളേർ ഉപേക്ഷിച്ചിട്ട് പോയി. കഷ്ടമുണ്ട്. ഇറങ്ങി വരുന്നില്ലേ? ഇറങ്ങി വരുന്നില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ടില്ല. ആ ഫാൻ ഓൺ ആവുമായിരുന്നല്ലോ. ഡിസ്പ്ലേ കംപ്ലൈൻ്റാ. എന്നത്? അപ്പൊ മുടി കിട്ടിയില്ല. ആ എന്നാ വടി എടുത്തടി. ഇമ്പക്കെട്ട് ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള കേസോളൂ. ഇത് പിടി. എങ്ങനെയൊക്കെ പോയാലും തിരിച്ചു വരുമ്പോ ഇതേ മുടി കെട്ട്. പിന്നെ അല്ല എനിക്ക് തലവേദന എടുത്ത് പോയി മുടി പൊക്കി കെട്ടിട്ട്. തലവേദന ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഓണത്തിന്റെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഇത് അടുത്ത മാസത്തെ കണ്ടാന്ന് തോന്നുന്നു. അടുത്തത് ഈ പുതിയ തവണ വന്നേക്കുന്നത്. ഓണം പരീക്ഷയുടെ ഒന്ന് ഓണപ്പരിപാടി ഒന്ന് പുതിയതാ. മറ്റേത് ഇല്ല, തീർന്നു പോയി. അതൊക്കെ ബുക്ക് ചെയ്തൊക്കെ വേണം ചുമ്മാ. എന്നാണ് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇനി. ഇതിപ്പോ 3, 4 1, 2 പിന്നെ ആര് തരും? അല്ലേ മോനെ? ലേബറിന്റെ ഒക്കെ സത്യം പറഞ്ഞ യൂട്യൂബിനകത്തുണ്ട്. പിന്നെ നീ എന്നെ ഈ ലേബറിന്റെ അതുപോലെ എന്താ മോളെ, ഞാൻ ഈ വീടിൻ്റെ വാതിൽ അന്ന് എനിക്ക് കണ്ടിട്ട് എവിടെയാണെന്നറിയോ, ആ 30 വീടിൻ്റെ മുറ്റത്തില്ല കയറിത്തിരുന്ന അവിടെ ഒരു കട്ടിലുണ്ട്. അവിടെ എൻ്റെ കിടപ്പ്.
അവിടെ. അപ്പം ഞാനിങ്ങനെ കയറുമ്പോഴത്തേക്ക് വീട്ടിൽ ഭയങ്കര ചർക്കാണ് തോന്നിയിരിക്കുക. ഏത് ഡാൻസർമാരുണ്ട്, അമ്മായിയുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ഇവൻ ഭയങ്കര ഡേഞ്ചറാന്ന് അർത്ഥം. അതെ, അവിടെ മൂന്നേ മുക്കച്ചാണ്ട് പൊക്കമുണ്ട്. 3 മുക്കാച്ചാണോ? എടി കോപ്പേ, പൊക്കത്തിലല്ല കാര്യം ഇരിക്കുന്നത്. അത് അമ്മയെക്കാളും പൊക്കമുണ്ടല്ലോ. എന്നാന്നൊക്കെ പറഞ്ഞാല്. കേട്ടോ, ആ ചില പെണ്ണ് കണ്ടപ്പിന്നെ വളർന്നാ ഒന്നൂടെ. അത് പോട്ടെ, അമ്മ ആയിക്കോട്ടെ. പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കേട്ടോ, വളർന്നു. മോളെ 12 വയസ്സ് കെട്ടി ഇങ്ങനെ ഇരിക്കും. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. എന്നാ അവൻ ഒരു വണ്ടിയുടെ ജോലിക്കാരനാണ്, കണ്ടക്ടറാണ്. വണ്ടിക്കാരുടെ സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വിട്ടാൽ ശരിയാകില്ല. അവര് പറഞ്ഞ സത്യോ? അതിന് വേറെ കാര്യമുണ്ടായിരുന്നു, പറയാൻ അവർ പറയാൻ വീട്ടുകാർ പറയേണ്ട കാരണമുണ്ട്. ഞാനും ഈ പേര് കൂടെ മുണ്ടക്കത്ത് പോയി അത് ഞാൻ ജ്യൂസ് കുടിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി. ജ്യൂസ് ഒന്നും അല്ല, അന്ന് ജ്യൂസ് ഇല്ല, ചായ കുടിച്ചു. റെസ്റ്റോറൻറ്റിൽ സൂതൻ കണ്ടു. സൂത കയറി വരുന്നത്. സൂതൻ അവിടെ കൊളുത്ത് ഈ സൂതനാണ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ സാധനത്തിന്റെ കാര്യം പോയി കാണാൻ പോയി പറയുന്നത്. ഇല്ലില്ല, ഈ സാധനം അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് നീ നമുക്കിട്ട് ഉണ്ടാക്കിയതല്ലേ